LDF കൺവീനറും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ EP ജയരാജൻ BJPയിൽ ചേരുന്നതിന് ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ. കേരളം ബൂത്തിലേക്ക് നീങ്ങാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായ ശോഭ സുരേന്ദ്രൻ ഈ ബോംബ് പൊട്ടിച്ചത്. ശോഭയുടെ ആരോപണം കള്ളമാണെന്ന് ജയരാജൻ പറഞ്ഞു. BJPയിൽ ചേരാൻ ഒരു പ്രമുഖ CPM നേതാവ് ചർച്ച നടത്തിയെന്ന് ചൊവ്വാഴ്ച ശോഭ വെളിപ്പെടുത്തിയതോടെയാണ് വിവാദം കത്തിത്തുടങ്ങിയത്. ആ നേതാവ് EP ജയരാജനാണെന്ന് ഇന്നലെ രാവിലെ KPCC പ്രസിഡന്റ് K സുധാകരൻ ആരോപിക്കുകയും ശോഭ അത് ശരിവെക്കുകയും ചെയ്തു. തന്റെ പക്കൽ തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ചില വാട്സപ്പ് സന്ദേശങ്ങളും ശോഭ ഹാജരാക്കി. BJPയിലേക്ക് പോകാൻ EP ജയരാജൻ ഗൾഫിൽ വെച്ചാണ് ചർച്ച നടത്തിയത്. BJP നേതാക്കളായ ശോഭ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ മുഖേനയായിരുന്നു ചർച്ച. ഒരു പരിധി കടന്നപ്പോൾ CPM ജയരാജനെ ഭീഷണിപ്പെടുത്തി. അതേ തുടർന്ന് തൽക്കാലം അദ്ദേഹം പിന്മാറി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്താകുമെന്നറിയില്ല. ജയരാജൻ 6 മാസമായി BJPക്കെതിരെ ഒരു പ്രസ്താവന പോലും ഇറക്കിയിട്ടില്ല എന്ന് K സുധാകരൻ പറഞ്ഞു. K സുധാകരനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്ന് EP ജയരാജൻ പറഞ്ഞു. തനിക്ക് BJPയിലേക്കും RSSലേക്കും പോകേണ്ട ആവശ്യമില്ല. എന്നെ കൊല്ലാൻ പലതവണ ബോംബെറിഞ്ഞവരാണ് BJPക്കാർ. ഞാൻ ദുബായിൽ പോയിട്ട് വർഷങ്ങളായി. മന്ത്രിയായിരുന്നപ്പോൾ പോയതാണ്. എറണാകുളത്ത് ഒരു വിവാഹ ചടങ്ങിൽ വെച്ചാണ് മകൻ ജിതിൻ രാജിനെ ശോഭ സുരേന്ദ്രൻ കണ്ടത്. അവർ മകന്റെ നമ്പർ ചോദിച്ചു വാങ്ങി. ഇടയ്ക്കിടെ നരേന്ദ്രമോദിക്കൊപ്പമുള്ള ചിത്രം വാട്സപ്പിൽ അയക്കുമായിരുന്നു. മകൻ അതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല. അവർ 2 തവണ വിളിച്ചെങ്കിലും മകൻ ഫോൺ എടുത്തില്ല. EP ജയരാജൻ BJPയിൽ ചേരാൻ 90% ചർച്ച പൂർത്തിയാക്കിയിരുന്നു. ഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടത്തിയത്. ജയരാജന്റെ മകന്റെ ഫോൺ നമ്പറിൽ നിന്നാണ് എന്നെ ആദ്യം വിളിച്ചത്. തന്റെ നമ്പർ നോട്ട് ചെയ്തോളൂ എന്ന് മകൻ വാട്സപ്പിൽ സന്ദേശം അയക്കുകയും ചെയ്തു. സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവർക്കെതിരെ പോലും കൊട്ടേഷൻ നൽകാൻ മടിക്കാത്ത മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഭയന്നാണ് ജയരാജൻ പിന്മാറിയത്. ജയരാജൻ ജീവനോടെ ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഇത്രയും നാൾ വെളിപ്പെടുത്താത്തതെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. BJP നേതാവ് പ്രകാശ് ജാവേദ്കറും CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണത്തിൽ രൂക്ഷ പ്രതികരണവുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നു. EP ജയരാജന്റെ ജാഗ്രത കുറവിനെ കുറിച്ച് പറഞ്ഞ് മുഖ്യമന്ത്രി, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ആരെ വഞ്ചിക്കണമെന്ന് ആലോചിച്ച് ഉറക്കമുണരുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിലുള്ള ആളുകളുമായുള്ള കൂട്ടുകെട്ട് സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെയുള്ള അനുഭവമാണ്. അതിന്റെ ഭാഗമായി കേരളത്തിൽ ഏറ്റവും അധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിന്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞുവെന്ന് നാം കാണേണ്ടതുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു.